explanation of terms. First one ആണ് gross income. Gross income എന്ന് വെച്ചാൽ it is the total income from all sources without deducting the outgoings such as taxes, maintenance, etc. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സോഴ്സസിൽ നിന്നുള്ള ഫുൾ ഇൻകം, ടോട്ടൽ ഇൻകം നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനകത്ത് നമ്മൾ ഔട്ട് ഗോയിങ്സ് ഒന്നും ഡിഡക്റ്റ് ചെയ്യില്ല. അതായത് ടാക്സസ്, മെയിൻ്റനൻസ്, അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന കുറേ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. ആ ഔട്ട് ഗോയിങ്സിനെ ഡിഡക്റ്റ് ചെയ്യാണ്ടുള്ള ടോട്ടൽ ഇൻകത്തിനെയാണ് നമ്മൾ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം, ദിസ് ഈസ് ദ സേവിങ് ഓർ എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഔട്ട് ഗോയിങ്സ്. ഇപ്പോൾ നെറ്റ് ഇൻകത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ എല്ലാ ഔട്ട് ഗോയിങ്സും ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആ ഒരു എമൗണ്ട്, അതിനെയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് ഇൻകം കണ്ടുപിടിക്കുന്നത് ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സിൽ നിന്നാണ്. അതായത് അതാണ് ഗ്രോസ് ഇൻകവും നെറ്റ് ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ്. ഗ്രോസ് ഇൻകം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടോട്ടൽ ഇൻകം ഫ്രം ഓൾ സോഴ്സസ് വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ദി ഔട്ട് ഗോയിങ്സും, നെറ്റ് ഇൻകം എന്ന് വെച്ചാൽ എമൗണ്ട് സേവ്ഡ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഔട്ട് ഗോയിങ്സുമാണ്. ഓക്കെ, സോ എന്താണ് ഔട്ട് ഗോയിങ്സ് എന്ന് നോക്കാം. അതായത് എന്തൊക്കെയാണ് നമുക്ക് മെയിൻലി വരുന്ന ആ ഒരു എക്സ്പെൻസസ് എന്ന്. അപ്പോൾ ഔട്ട് ഗോയിങ്സ് എന്ന് വെച്ചാൽ ദീസ് ആർ എക്സ്പെൻസസ് ടു ബി മെയ്ഡ് ബൈ വെർച്യൂ ഓഫ് ബീയിങ് ഇൻ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ആൻഡ് ഓൾസോ ദി എക്സ്പെൻസസ് ഓഫ് മെയിൻറ്റെയിനിങ് ദ പ്രോപ്പർട്ടി. നമ്മുടെ പ്രോപ്പർട്ടീനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് വരുന്ന എക്സ്പെൻസസ് ആണ് മെയിൻലി ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് ടാക്സസ്. അതായത് ഇപ്പോൾ ബിൽഡിങ്ങിലാണെങ്കിലും ലാൻഡിനാണെങ്കിലും ഒക്കെ നമ്മൾ ടാക്സ് പേ ചെയ്യുമല്ലോ. അപ്പോൾ ടാക്സ് ഒരു ഔട്ട് ഗോയിങ് ആണ്. മുനിസിപ്പൽ ടാക്സും വെൽത്ത് ടാക്സും പ്രോപ്പർട്ടി ടാക്സും എല്ലാം. പിന്നെ അടുത്തതാണ് റിപ്പയർ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടീനെ ഒരു സൗണ്ട് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ആനുവൽ റിപ്പയറോ അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് റിപ്പയറിങ്ങോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതൊരു ഔട്ട് ഗോയിങ് ആണ്. നെക്സ്റ്റ് വണ്ണാണ് മാനേജ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ചാർജസ്. എന്ന് വെച്ചാൽ റെൻറ്റ് കളക്ടർ ഉണ്ടാവും, ചൗക്കിദാർ ഉണ്ടാവും, പിന്നെ വാച്ച്മാൻ, സ്വീപ്പർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടിയിൽ. അപ്പോൾ അതൊക്കെ സ്റ്റാഫാണല്ലോ, അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ നമ്മൾ സാലറി കൊടുക്കും. അപ്പോൾ അതും എന്താണ്, നമ്മുടെ ഇൻകം ഉണ്ടെങ്കിലും നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്ന എന്താ പറയുക സാലറി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ചാർജസ് ഉണ്ട്. അടുത്തതാണ് സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്കിങ് ഫണ്ട് മാത്രമായിട്ട് സിങ്കിങ് ഫണ്ടിൻ്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ സിങ്കിങ് ഫണ്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഗ്രോസ് റെൻറ്റ് സെറ്റ് aside annually as sinking fund to accumulate the total cost of construction when the life of building is over. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, അതിന് നമുക്കൊരു കോസ്റ്റ് വന്നിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുക. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ എല്ലാ വർഷവും മാറ്റി വെച്ച് അവസാനം ഈ ബിൽഡിങ്ങിൻ്റെ ലൈഫ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, നമ്മൾ എല്ലാ വർഷവും കുറച്ച് എമൗണ്ട് വെച്ച് മാറ്റി വെക്കുന്നുണ്ടല്ലോ, അങ്ങനെ മാറ്റി വെക്കുന്ന എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന അത്രയും കോസ്റ്റ് നമുക്ക് ബിൽഡിങ്ങിൻ്റെ അവസാനം ആകുമ്പോഴേക്കും നമുക്ക് കിട്ടും. അതിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആനുവലി അല്ലെങ്കിൽ ആനുവലി നമ്മൾ മാറ്റി വെക്കുന്ന ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ മാറ്റി വയ്ക്കുകയല്ലേ, അപ്പോൾ അതും എന്താണ്, ഒരു ഔട്ട് ഗോയിങ് ആണ്. നെക്സ്റ്റ് വണ്ണാണ് ലോസ് ഓഫ് റെൻറ്റ്. അതെന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മുടെ പ്രോപ്പർട്ടി ഫുള്ളി ഒക്യുപ്പൈഡ് ആയിരിക്കില്ല, ചിലപ്പോൾ വേക്കൻ്റ് ആയിട്ടൊക്കെ കിടക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് റെൻ്റ് ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. നമുക്ക് ലോസ് ഓഫ് റെൻ്റ് ഉണ്ടായില്ലേ, നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതെന്താണ്, നമുക്ക് അതൊരു ഔട്ട് ഗോയിങ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ലോസ് ഓഫ് റെൻറ്റ് ഫുള്ളി ഒക്യുപ്പൈഡ് അല്ലാത്ത ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ. ദെൻ അടുത്തതാണ് ഇൻഷുറൻസ്. അത് നമുക്കറിയാലോ, നമ്മൾ ഇൻഷുറൻസ് പേ ചെയ്യുന്നത് ഒരു ഔട്ട് ഗോയിങ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് വോയിഡ് ആണ്. ഇറ്റ് ഈസ് ആൻ അലവൻസ് ഫോർ ദോസ് പീരിയഡ്സ് ആൻഡ് എ പ്രോപ്പർട്ടി വിൽ ബി അൺലെറ്റ് ആൻഡ് നോൺ റവന്യൂ പ്രൊഡ്യൂസിങ്. അതെന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി നോൺ റവന്യൂ പ്രൊഡ്യൂസിങ് ആണെങ്കിൽ അതിനെ നമ്മൾ വോയിഡ് എന്നാണ് പറയുന്നത്.
ഒരു കുറച്ച് കാലത്തേക്ക് ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം അവിടെ ആരും ഇല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് റവന്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വോയിഡ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ഔട്ട് ഗോയിങ്സിൽ വരുന്നത്. ടാക്സസ് ഉണ്ട്, റിപ്പയറിന് വരുന്ന എമൗണ്ട്, പിന്നെ മാനേജ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ചാർജസ്, സിങ്കിങ് ഫണ്ട്, ലോസ് ഓഫ് റെൻറ്റ്, ഇൻഷുറൻസ്, വോയിഡ്സ്, ഇതെല്ലാമാണ് നമുക്ക് മെയിൻലി വരുന്ന ഔട്ട് ഗോയിങ്സ്. അപ്പോൾ ഈ ഗ്രോസ് ഇൻകം നെറ്റ് ഇൻകം, മെയിൻലി നമ്മൾ നെറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഔട്ട് ഗോയിങ്സ് ഒക്കെ നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. ഈ ഗ്രോസ് ഇൻകം നെറ്റ് ഇൻകം ഒക്കെ ഓൾമോസ്റ്റ് ഈ വാല്യൂഷനിലുള്ള എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഓക്കെ, ഇപ്പോൾ ഗ്രോസ് ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ ഇൻകം ഫ്രം ഓൾ സോഴ്സസ് വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ഔട്ട് ഗോയിങ്സ് ആണ്. നെറ്റ് ഇൻകം എന്ന് വെച്ചാൽ എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഔട്ട് ഗോയിങ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് പെർപെച്വൽ ഇൻകം. പെർപെച്വൽ ഇൻകം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഇൻകം റിസീവബിൾ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ് ഈസ് നോൺ ആസ് പെർപെച്വൽ ഇൻകം. ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡിലേക്കുള്ള ഇൻകം, അതിനെയാണ് പെർപെച്വൽ ഇൻകം എന്ന് പറയുന്നത്. ഡെഫേർഡ് ഇൻകം, ഇറ്റ് ഈസ് ദ ഇൻകം റിസീവബിൾ ആഫ്റ്റർ എ ലാപ്സ് ഓഫ് സർട്ടൻ പീരിയഡ് ഈസ് കോൾഡ് ഡെഫേർഡ് ഇൻകം. എന്ന് വെച്ചാൽ നമുക്ക് ഇൻകം കിട്ടി തുടങ്ങുന്നത് ഒരു സർട്ടൻ പീരിയഡ് കഴിഞ്ഞിട്ടായിരിക്കും. കുറച്ച് കാലത്തേക്ക് നമുക്കൊന്നുമില്ല, ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇൻകം ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ ഡെഫേർഡ് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ടൈപ്സ് ഓഫ് വാല്യൂസ്. അതും നമ്മളുടെ ടേംസിൽ പഠിക്കാനുള്ളത് തന്നെയാണ്. നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് വാല്യൂസ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ക്രാപ്പ് വാല്യൂ ആൻഡ് സാൽവേജ് വാല്യൂ. എപ്പോഴും ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളോട് ചോദിക്കുന്ന രണ്ട് ടേംസ് ആണിത്, സ്ക്രാപ്പ് വാല്യൂ സാൽവേജ് വാല്യൂ, അത് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ. സ്ക്രാപ്പ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ it is the value of dismantled materials of a property at the end of the utility period. ഒരു പ്രോപ്പർട്ടീൻ്റെ യൂട്ടിലിറ്റി പീരീഡ് കഴിയുമ്പോൾ, അതായത് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ആ മെറ്റീരിയൽസിനെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യും. ഡിസ്മാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ മൊത്തം പൊളിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുക. അങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ, അതിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാലോ, സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഈ ആക്രിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് കുറച്ച് പൈസ കിട്ടില്ലേ? സെയിം തന്നെ. അതായത് നമ്മുടെ പ്രോപ്പർട്ടി, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് ആണ് എങ്കിൽ ആ ബിൽഡിങ്ങിന് ഒരു 50-60 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അതാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായി. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ബിൽഡിങ് പൊളിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് കിട്ടും, ലൈക്ക് ബ്രിക്ക്, സ്റ്റീല്, വുഡൻ ആർട്ടിക്കിൾസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് വാല്യൂ കിട്ടും. ഇപ്പം നമ്മളത് വിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ ഒക്കെ അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ജനറലി 10% ഓഫ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് വരിക. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജങ്ക് വാല്യൂ ഓർ ഡിമോളിഷൻ വാല്യൂ. സ്ക്രാപ്പ് വാല്യൂവിനെ നമ്മൾ ജങ്ക് വാല്യൂ അല്ലെങ്കിൽ ഡിമോളിഷൻ വാല്യൂ എന്നും പറയും. ദ സ്ക്രാപ്പ് വാല്യൂ ബിക്കം 0 when the cost of dismantling and scrap value are equal. പിന്നെ സ്ക്രാപ്പ് വാല്യൂ 0 ആവുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഒക്കെ ഡിമോളിഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു വലിയ ബിൽഡിങ് ഡിമോളിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് ആവും. ചിലപ്പോൾ JCB ഒക്കെ വന്ന് അത് ഇടിച്ച് പൊളിക്കണമെങ്കിൽ അതിന് നമുക്ക് കുറച്ച് പൈസ വേണം. അതും അപ്പോൾ ആ ഒരു എക്സ്പെൻസും അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് സ്ക്രാപ്പേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിനും കുറച്ച് എമൗണ്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ രണ്ട് എമൗണ്ടും ഈക്വൽ ആണെങ്കിൽ, അതായത് ഡിമോളിഷൻ ചെയ്യാനുള്ള എമൗണ്ടും ഈ ഡിസ്മാൻഡിൽ ചെയ്ത സ്ക്രാപ്പിൻ്റെ എമൗണ്ടും സെയിം ആണെങ്കിൽ എന്തായി? സ്ക്രാപ്പ് വാല്യൂ അവിടെ 0 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കൗണ്ടഡ് ആസ് എ മൈനസ് ക്വാണ്ടിറ്റി. സ്ക്രാപ്പ് വാല്യൂ ഒരിക്കലും മൈനസ് ക്വാണ്ടിറ്റി ആവില്ല. ഇത്രയാണ് മെയിൻലി സ്ക്രാപ്പ് വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ്. എന്തൊക്കെയാണ് മെയിൻലി പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയൽസ് ഓഫ് എ പ്രോപ്പർട്ടി അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ്. ഒരു പ്രോപ്പർട്ടീൻ്റെ യൂട്ടിലിറ്റി പീരിയഡ് കഴിയുമ്പോൾ ഉള്ള അതിൻ്റെ ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയൽസിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ അത് മെയിൻലി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ 10% ആയിട്ടാണ് ജനറലി നമ്മൾ എടുക്കുന്നത്. അതൊരിക്കലും ഒരു 0 എന്ന് പറയുന്ന 0 ആകും, മൈനസ് ക്വാണ്ടിറ്റി ആവില്ല. നെക്സ്റ്റ് വൺ സാൽവേജ് വാല്യൂ ആണ്. സാൽവേജ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദി എസ്റ്റിമേറ്റഡ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻറ്റിൽഡ്. ഡിസ്മാൻറ്റിൽഡ് ചെയ്യാതെയുള്ള ഒരു വാല്യൂ, അതിനെയാണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. അതാണ് സ്ക്രാപ്പും സാൽവേജും തമ്മിലുള്ള ഡിഫറൻസ്.
അതായത് രണ്ടും എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് തന്നെയാണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ ഡിസ്മാൻഡിൽ ചെയ്ത മെറ്റീരിയൽസിൻ്റെ ആ ഒരു വാല്യൂ. സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്മാൻഡിൽഡ്. ഡിസ്മാൻഡിൽ ചെയ്യാണ്ടുള്ള ആ ഒരു പ്രോപ്പർട്ടീൻ്റെ വാല്യൂ ആണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. This is accounted by deducting depreciation from new cost. Sometimes it is a minus quantity. അപ്പോൾ salvage value sometimes ഒരു മൈനസ് ക്വാണ്ടിറ്റി ആകും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂയും സാൽവേജ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് അതെന്താ നോക്കാം. This is the dismantled sale value of the materials of an asset at the end of useful life. നമ്മൾ പറഞ്ഞ തന്നെ ഒരു പ്രോപ്പർട്ടീൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോഴുള്ള ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയൽസിൻ്റെ വാല്യൂ ആണ്. സാൽവേജ് എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ആൻ അസറ്റ് ആസ് എ ഹോൾ വിത്തൗട്ട് ബീങ് ഡിസ്മാൻറ്റിൽഡ് അറ്റ് ദ എൻഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ്. അതായത് പ്രോപ്പർട്ടീൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ഡിസ്മാൻറ്റിൽ ചെയ്യാണ്ടുള്ള ഒരു വാല്യൂ, അതാണ് സാൽവേജ് വാല്യൂ. പിന്നെ സ്ക്രാപ്പ് വാല്യൂ പറയുന്നത് എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ഒരിക്കലും മൈനസ് ക്വാണ്ടിറ്റി ആവില്ല, പക്ഷേ സാൽവേജ് വാല്യൂ സംടൈംസ് മൈനസ് ക്വാണ്ടിറ്റി ആവാം. Then scrap value of an asset is merely sale of scrap and has a limitation. പിന്നെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സ്ക്രാപ്പിൻ്റെ സെയിൽ നടക്കുമ്പോഴാണ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ മെയിനായിട്ട് കിട്ടുന്നത്. സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ സാൽവേജ് വാല്യൂ ഡിപ്പോസിഷൻ മേ ടേക്ക് ദ ഫോം ഓഫ് സെയിൽ ഓഫ് ദി അസറ്റ് ടു എ പർച്ചേസർ ഹു വിൽ കണ്ടിന്യൂ ടു യൂസ് ഇറ്റ്. സാൽവേജ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ അസറ്റ് സെയിൽ ചെയ്യാം. സെയിൽ ചെയ്യുമ്പം ആ വാങ്ങിക്കുന്ന പർച്ചേസറിന് വേണമെങ്കിൽ അത് വീണ്ടും അത് യൂസ് ചെയ്യാൻ തുടങ്ങാം. അതായത് അവിടെ നമ്മൾ ഡിമോളിഷൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് അതിനുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് വീണ്ടും അത് യൂസ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു അസറ്റ് നമ്മൾക്ക് ഡിമോളിഷൻ ചെയ്ത് കിട്ടുന്ന ആ സ്ക്രാപ്പിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ ഇതാണ് മെയിൻലി സ്ക്രാപ്പ് വാല്യൂയും സാൽവേജ് വാല്യൂയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, ഇതൊക്കെ പി എസ് സിക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്ക്രാപ്പ് വാല്യൂയും സാൽവേജ് വാല്യൂ എന്നൊക്കെയുള്ള ഈ ക്വസ്റ്റ്യൻ ഒക്കെ. ഓക്കെ, അത് രണ്ടും എളുപ്പം തന്നെയാണ്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്ക്രാപ്പ് നമ്മൾ സ്ക്രാപ്പിൻ്റെ ഷോപ്പൊക്കെ ഉള്ളതല്ലേ, ആ സെയിം തന്നെയാണ് വരുന്നത്. ബിൽഡിങ് ഡിമോളിഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ കിട്ടുന്ന സ്ക്രാപ്പിൻ്റെ വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ. സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ വിത്തൗട്ട് ബീങ് ഡിസ്മാൻറ്റിൽ, അത് ഡിസ്മാൻറ്റിൽ ചെയ്യാണ്ടുള്ള വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ ഈസ് ദ വാല്യൂ അറ്റ് വിച്ച് എ പ്രോപ്പർട്ടി ക്യാൻ ബി സോൾഡ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടീൻ്റെ ഓപ്പൺ മാർക്കറ്റിലുള്ള വാല്യൂ, അതാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഓരോ ദിവസവും മാർക്കറ്റ് വാല്യൂ മാറിക്കൊണ്ടിരിക്കില്ലേ, അപ്പോൾ ഇന്നത്തെ ഓപ്പൺ മാർക്കറ്റിൻ്റെ വാല്യൂ, അതിനെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ വിൽ ഡിഫറെൻറ്റ് from time to time according to demand and supply, change in industry, change on fashion, cost of materials, labors, etc. അതും നമുക്കറിയാം. മാർക്കറ്റ് വാല്യൂ ഇന്നുള്ള വില ആയിരിക്കില്ല നാളെ ഒരു സംഭവത്തിന്. അങ്ങനെ തന്നെ മാർക്കറ്റ് വാല്യൂ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച്, ഫാഷൻ അനുസരിച്ച്, മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, ലേബേഴ്സ്, ഇതെല്ലാം അനുസരിച്ച് മാർക്കറ്റ് വാല്യൂ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓപ്പൺ മാർക്കറ്റിലുള്ള ഒരു റേറ്റ് വാല്യൂ, അത് ഓപ്പൺ മാർക്കറ്റ്, അതിനാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ ഈസ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഷോൺ ഇൻ ദ അക്കൗണ്ട് ബുക്ക് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇയർ ആഫ്റ്റർ അലോയിങ് നെസസറി ഡിപ്രിസിയേഷൻ. ബുക്ക് വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളെ അക്കൗണ്ട് ബുക്കിൽ ആ ഒരു പ്രോപ്പർട്ടീൻ്റെ, അതായത് ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ഏതോ ആയിക്കോട്ടെ, ആ പ്രോപ്പർട്ടീൻ്റെ വാല്യൂ നമ്മൾ അക്കൗണ്ട് ബുക്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അതിൻ്റെ ഡിപ്രിസിയേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഗ്രാജുവലി റെഡ്യൂസസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഇയർ ആഫ്റ്റർ ഇയർ അപ് ടു സ്ക്രാപ്പ് വാല്യൂ, ദാറ്റ് മീൻസ് അപ് ടു ഇറ്റ് യൂട്ടിലിറ്റി പീരിയഡ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ അക്കൗണ്ട് ബുക്കിൽ അതിൻ്റെ വാല്യൂ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഗ്രാജുവലി ഓരോ ഇയർ ആഫ്റ്റർ ഇയർ എന്ത് ചെയ്യും? ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ് അവസാനം യൂട്ടിലിറ്റി പീരിയഡ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ വരെ എത്തും. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ ബിൽഡിങ്സ് ആൻഡ് നോട്ട് ഇൻ ലാൻഡ്സ്. നമുക്കിത് ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ബിൽഡിങ്സിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, ലാൻഡ്സിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ഇറ്റ് ഈസ് യൂഷ്വലി റിക്വയർഡ് ഇൻ എ കമ്പനി ടു ഷോ ദി അസറ്റ്.
അപ്പോൾ നമ്മളത് മെയിനായിട്ട് കമ്പനീസിലൊക്കെ അസറ്റ്, അതായത് അവരുടെ സ്വത്ത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിൻലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ബുക്ക് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രോപ്പർട്ടീൻ്റെ വാല്യൂ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ നമ്മൾ അക്കൗണ്ട് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അതിലപ്പോൾ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെസസറി ഡിപ്രിസിയേഷൻസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ് വരുന്നതാണ്. ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും നമുക്ക് തന്നെ അറിയാലോ, ഇപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ ലൈഫ് അനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുമല്ലോ. അപ്പോൾ പഴയ വീടൊക്കെ നമ്മൾ നോക്കിയാൽ അങ്ങനെയല്ലേ, അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് റീസൺസ് കൊണ്ട് അതിൻ്റെ വാല്യൂ കുറയും. ഇപ്പോൾ ഡിപ്രിസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മെയിൻലി അതാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഓരോ വർഷം കഴിയും തോറും ഈ ബുക്ക് വാല്യൂ എന്താവും? കുറഞ്ഞു വന്നിട്ട് യൂട്ടിലിറ്റി പീരീഡ് കഴിയുമ്പോഴത്തേക്കും സ്ക്രാപ്പ് വാല്യൂ എത്തും. നെക്സ്റ്റ് വൺ ആണ് അസസ്ഡ് വാല്യൂ. It is the value of a property recorded in the register of a municipality to determine the amount of municipal taxes to be collected from the owner of the property. അപ്പോൾ അസസ്ഡ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ വാല്യൂ നമ്മൾ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ അസസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു പ്രോപ്പർട്ടിക്കാണെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഈ മുനിസിപ്പൽ ടാക്സസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന ആ പ്രോപ്പർട്ടീൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ അസസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിറ്റർമൈൻഡ് ഫ്രം ദ ഗ്രോസ് ആനുവൽ റെൻറ്റ് ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാൻഡിൻ്റെയോ ബിൽഡിങ്ങിൻ്റെയോ ഗ്രോസ് ആനുവൽ റെൻറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ആൻ എമൗണ്ട് ഓഫ് 5% of the estimated cost of the property shall be considered for valuation if gross annual rent is difficult to estimate. അപ്പോൾ മെയിൻലി നമ്മൾ അസസ്ഡ് വാല്യൂ അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റീൻ്റെ രജിസ്റ്ററിലൊക്കെ നമ്മൾ വാല്യൂ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ ഗ്രോസ് ആനുവൽ റെൻറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഗ്രോസ് ആനുവൽ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ് എങ്കിൽ നമ്മൾ 5% ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്താക്കും? അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് അസസ്ഡ് വാല്യൂ. നെക്സ്റ്റ് വൺ ആണ് ഡിസ്ട്രസ്ഡ് വാല്യൂ ഓർ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ. ഇൻ കേസ് എ പ്രോപ്പർട്ടി ഈസ് സോൾഡ് അറ്റ് ലോവർ പ്രൈസ് ദാൻ ദ മാർക്കറ്റ് വാല്യൂ, ഇറ്റ് ഈസ് നോൺ ആസ് ഡിസ്ട്രസ് വാല്യൂ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വിൽക്കുകയാണ് മാർക്കറ്റ് വാല്യൂ, അതായത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറവായിട്ട്, ഇപ്പോൾ ഇന്ന് കിട്ടുന്ന ഒരു വിലയേക്കാളും കുറഞ്ഞ പ്രൈസിൽ ചിലപ്പോൾ നമുക്ക് വിൽക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഡിസ്ട്രസ് വാല്യൂ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഫോളോയിങ് റീസൺസ്. ഒന്ന്, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ സെല്ലർ. ഇപ്പോൾ ആൾക്ക് പെട്ടെന്ന് കുറച്ച് പൈസയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കിട്ടിയ വിലയ്ക്ക് അതങ്ങ് വിൽക്കും. അല്ലാണ്ട് നല്ല എമൗണ്ട് കിട്ടാൻ ചിലപ്പോൾ നോക്കിയിരിക്കണമെന്നില്ലല്ലോ, നമ്മുടെ അർജൻസിയൊക്കെ അനുസരിച്ച്. അതാണ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി. പിന്നെ കോർട്ട് കേസസ്, എന്തെങ്കിലും കോർട്ട് കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ലോവർ പ്രൈസിൽ കൊടുക്കേണ്ടി വരും. ദെൻ ഇൻസഫിഷ്യൻറ്റ് നോളജ് ഓഫ് ദി സെല്ലർ. ഈ വിൽക്കുന്ന ആൾക്ക് ഈ മാർക്കറ്റ് വാല്യൂവിനെ പറ്റിയൊക്കെ വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ പൈസ കുറഞ്ഞൊക്കെ നമ്മളത് വിറ്റുപോകും. പിന്നെ ക്വാറൽ എമംഗ് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ. ദെൻ പാനിക് ഡ്യൂ ടു വാർ. യുദ്ധത്തിനൊക്കെ പേടിച്ചിട്ട് കിട്ടിയ വിലക്ക് വിറ്റിട്ട് പോയി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ. ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, കോർട്ട് കേസസ്, ഇൻസഫിഷ്യൻറ്റ് നോളജ്, ക്വാറൽ എമംഗ് പാർട്ട്നേഴ്സ്, പാനിക് ഡ്യൂ ടു വാർ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ലോവർ പ്രൈസിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺസ്. അടുത്തതാണ് റീപ്ലേസ്മെൻറ്റ് വാല്യൂ. ഇറ്റ് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി വിച്ച് ക്യാൻ ബി റീപ്ലേസ് ബേസ്ഡ് ഓൺ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. റീപ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ ആണ്. അതിനെ നമ്മൾ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രോപ്പർട്ടിക്ക് 1 lakh ആണെന്ന് വിചാരിച്ചോ. അപ്പം ഓക്കെ, ഇന്നലെ അതിന് 1 lakh ആയിരുന്നു. ഇന്നിപ്പോൾ അതിന് കുറച്ചും കൂടി എമൗണ്ട് കൂടി, ഒരു 1 lakhൻ്റെ കൂടെ 2000 കൂടി നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ വില വന്നാൽ പഴയ വാല്യൂ റീപ്ലേസ് ആയല്ലോ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട്. അതിനെയാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പൊട്ടൻഷ്യൽ വാല്യൂ. Market value of a property obtained due to its alternative use or some development work
പ്ലാനിങ് എക്സെട്ര. അതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് യൂസ് നമ്മൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്മെൻറ്റ് വർക്കൊക്കെ കൊണ്ടുവന്നു, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പ്രോപ്പർട്ടീൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ ചേഞ്ച് വരും. അതായത് ചുമ്മാ കിടക്കുന്ന ഒരു സ്ഥലത്തിന് നമ്മൾ തന്നെ നോക്കിയാൽ മതി, വെറുതെ കിടക്കുന്ന ഒരു സ്ഥലം, അതിനിപ്പോൾ 10 ലക്ഷമാണെന്ന് വിചാരിക്കാം. നമ്മൾ അവിടെ വേറെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് യൂസ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താകും, ആ ഒരു വെറുതെ കിടക്കുന്ന ആ സ്ഥലത്തിൻ്റെ റേറ്റ് കൂടും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വാല്യൂ, അതിനാണ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മോണോപോളി വാല്യൂ. മോണോപോളി വാല്യൂ എന്ന് വെച്ചാൽ the value of land increase due to any advantage with respect to the property such as location, frontage, size, shape. Then the owner may demand fancy price. അതാണ് മോണോപോളി വാല്യൂ. അതായത് ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് കുറച്ച് എന്താ പറയുക ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് അതിൻ്റെ ലൊക്കേഷൻ, പിന്നെ അതിൻ്റെ ഫ്രണ്ടേജ്, അതിൻ്റെ സൈസ്, ഷേപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ സ്ഥലത്തിന് അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യും. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ നാഷണൽ ഹൈവേൻ്റെ സൈഡിലുള്ള സ്ഥലത്തിനും ഒരു കുഗ്രാമത്തിൽ കുഞ്ഞ് പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലുള്ള സ്ഥലത്തിനും വാല്യൂവിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ഫ്രണ്ടേജ്, അതൊക്കെ അനുസരിച്ച് എന്ത് സംഭവിക്കും, വാല്യൂ മേ ഇൻക്രീസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഓണർക്ക് ഫാൻസി പ്രൈസ് ഡിമാൻഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ മോണോപോളി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് സെൻറ്റിമെൻ്റൽ വാല്യൂ. എ പ്രോപ്പർട്ടി ഈസ് സോൾഡ് ഓർ പർച്ചേസ്ഡ് അറ്റ് എ ഹയർ വാല്യൂ ദാൻ മാർക്കറ്റ് വാല്യൂ ഡ്യൂ ടു പ്ലേയിങ് ഓഫ് സെൻറ്റിമെൻറ്റ്സ് ഇൻ ദ മൈൻഡ് ഓഫ് ദി ഓണർ ഓർ പർച്ചേസർ. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് വെച്ചാൽ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടിയ വിലയിൽ ചില സമയത്ത് നമ്മളൊരു പ്രോപ്പർട്ടി സോൾഡ് ചെയ്യും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യും. അതിനെയാണ് സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. ഒന്ന്, ദി ഓണർ so much attached then he can demand fancy price. അതായത് ഇപ്പം ആ വിൽക്കാൻ പോകുന്ന ആൾക്ക് ആ ഒരു പ്രോപ്പർട്ടിയോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്, പക്ഷെ അയാളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഫാൻസി പ്രൈസ് ഡിമാൻഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ കറൻറ്റ് മാർക്കറ്റ് വാല്യൂവിനേക്കാളും ഹയർ വാല്യൂവിൽ നമ്മളത് വാങ്ങിക്കും. ദ സിറ്റുവേഷൻ ആൻഡ് ക്ലാസ് ഓഫ് ദ പ്രോപ്പർട്ടി മേ സ്യൂട്ട് എ പെർസ്പെക്റ്റീവ് പർച്ചേസർ. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ സിറ്റുവേഷൻ ആൻഡ് ക്ലാസ് ഓഫ് ദ പ്രോപ്പർട്ടി, അത് വെച്ചിട്ട് നമുക്ക് ഹയർ വാല്യൂ ഡിമാൻഡ് ചെയ്യാം. ദെൻ ഇഫ് എ പ്രോപ്പർട്ടി ഇസ് ഫോർ സെയിൽ ആൻഡ് ടു പെർസ്പെക്റ്റീവ് പർച്ചേസർ ആർ ഡിറ്റർമൈൻഡ് to purchase each other, the selling price shall definitely be higher than the market value. അത് നമുക്കറിയാം, ഒരേ സ്ഥലം വാങ്ങിക്കാൻ 2 പേര് വന്നു എന്ന് വിചാരിക്കാം. 2 പേർക്കും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരാൾക്കേ അത് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ആരാണോ ഹയർ വാല്യൂ കൊടുക്കുന്നത് ആ ആൾക്കായിരിക്കുമല്ലോ നമ്മൾ ഈ പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും എന്തായിരിക്കും, മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടിയ വില ഈ വാങ്ങിക്കണം എന്നുള്ള ആൾ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടിയ വില കൊടുക്കുമല്ലോ. അപ്പം ഈ കേസസിലൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഉണ്ട്. ഫസ്റ്റത്തേതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂവിൽ നമ്മൾ കൊടുക്കുന്നത്. അതിനെയായിരുന്നു നമ്മൾ ഡിസ്ട്രസ്ഡ് ഓർ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത്. അത് മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂവിലാണ് നമ്മൾ പ്രോപ്പർട്ടി വിൽക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക. പിന്നെ അടുത്തതാണ് സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മാർക്കറ്റ് വാല്യൂവിനേക്കാളും ഹയർ വാല്യൂവിലാണ് നമ്മൾ പ്രോപ്പർട്ടീൻ്റെ സെല്ലിംഗ് അല്ലെങ്കിൽ പർച്ചേസിങ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റീസൺസ് ആണ്, ഒന്നെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലാണെങ്കിൽ, പിന്നെ ഈ 2 പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അല്ല, വാങ്ങിക്കാൻ വന്ന 2 പർച്ചേസേഴ്സ് തമ്മിൽ 2 പർച്ചേസേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹയർ വാല്യൂ കൊടുക്കുന്ന ആൾക്കായിരിക്കും നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ ഈസ് സ്പെക്യുലേറ്റീവ് വാല്യൂ. Speculation in agricultural land building development will increase value to rise even before roads and services are installed. സ്പെക്യുലേറ്റീവ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അഗ്രികൾച്ചറൽ ലാൻഡ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒന്നുമില്ല, നമ്മൾ കൃഷി മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ബിൽഡിംഗ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഡെഫിനറ്റ്ലി വാല്യൂ ഇൻക്രീസ് ആവും. അപ്പോൾ അവിടെ റോഡോ സർവീസസോ എല്ലാം വരുന്നതിന് മുന്നേ തന്നെ വെറുതെ കിടക്കുന്ന ഒരു അഗ്രികൾച്ചറൽ ലാൻഡിൽ നമ്മൾ ചുമ്മാ ബിൽഡിംഗ് ഡെവലപ്മെൻറ്റ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പെക്യുലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ഈവൻ ബിഫോർ റോഡ്സ് ആൻഡ് സർവീസസ് ആർ ഇൻസ്റ്റാൾഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് അക്കോമഡേഷൻ വാല്യൂ. The value of the surrounding agricultural land of a city which is expanding considerably will be more if the land is converted into accommodation land after obtaining approval from authority. അതായത് ഇപ്പോൾ നമുക്കൊരു സിറ്റി, ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട്, അതിന് സറൗണ്ടിങ് ആയിട്ടൊരു സിറ്റി ഉണ്ട്, എക്സ്പാൻഡിങ് സിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ അതിപ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡ് ആണല്ലോ, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അക്കോമഡേഷൻ ലാൻഡാക്കി മാറ്റുകയാണ്. അതായത് അതോറിറ്റിയിൽ നിന്നൊക്കെ പ്രോപ്പർ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് അഗ്രികൾച്ചറൽ ലാൻഡ്, അതിൻ്റെ ചുറ്റും ഒരു എക്സ്പാൻഡിങ് സിറ്റി ഉണ്ട്, അഗ്രികൾച്ചറൽ ലാൻഡിന് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു അക്കോമഡേഷൻ ലാൻഡാക്കി മാറ്റി കഴിഞ്ഞാലും അവിടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും ലാൻഡിൻ്റെ. അപ്പോൾ ആ ഒരു വാല്യൂ, അതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റിവേർഷണറി വാല്യൂ. റിവേർഷൻ മീൻസ് റൈറ്റ് ഇൻ പൊസഷൻ ഫോർ ദ പ്രോപ്പർട്ടി അറ്റ് ദ എൻഡ് ഓഫ് the term granted to a tenant or lessee. Present value of an amount deferred for a certain period at a fixed rate of interest is known as reversion value. റിവേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെനൻറ്റും ലെസ്സിയും ഉണ്ട്, നമ്മൾ സ്ഥലം ലീസിന് കൊടുക്കുക എന്ന് പറയില്ലേ. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ റിവേർഷൻ മീൻസ് അതായത് ഒരു മിനിറ്റ്, ഓക്കെ. അപ്പോൾ റിവേർഷണറി വാല്യൂ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ ലീസിന് കൊടുക്കുമല്ലോ. അപ്പോൾ ലീസിന് കൊടുത്തു കഴിഞ്ഞിട്ട്, ലീസിന് കൊടുക്കാന്ന് വെച്ചാൽ ഒരു ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ എല്ലാം കുറച്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു സർട്ടൻ പീരീഡിലേക്ക് നമ്മൾ വേറൊരാൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അയാൾക്ക് അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അത്രയും കാലം, അതായത് എത്ര പീരീഡാണോ നമ്മൾ ലീസിന് കൊടുത്തേക്കുന്നത് അത്രയും സമയം അതിൻ്റെ പൊസിഷൻ മീൻസ് അധികാരം ആ ലീസിന് എടുത്ത ആൾക്കായിരിക്കും. ഓക്കെ, അതാണ് ലീസിന് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ റിവേർഷണറി വാല്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരാൾക്ക് ലീസിന് കൊടുത്തു ഒരു 10 വർഷത്തേക്ക്. ഇപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഒരു വാല്യൂ ഉണ്ടാവും, ആ വാല്യൂ വെച്ചിട്ടാണ് ഞാൻ അയാൾക്ക് 10 വർഷത്തേക്ക് ലീസിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആൾ എനിക്ക് 10 വർഷം ഇന്നത്തെ വില വെച്ചിട്ടാണ് ലീസ് എമൗണ്ട് തരിക. പക്ഷെ 10 വർഷം കഴിഞ്ഞ് ലീസ് പീരീഡ് കഴിയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ വാല്യൂ മാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ റിവേർഷണറി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് പീരീഡ്, ലീസിൻ്റെ പീരീഡ് കഴിയുമ്പോൾ ഉള്ള ആ ഒരു പ്രോപ്പർട്ടീൻ്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ റിവേർഷണറി വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഒക്യുപ്പേഷൻ വാല്യൂ. ഒക്യുപ്പേഷൻ വാല്യൂ മീൻസ്, ഓക്കെ, ഒക്യുപ്പേഷൻ വാല്യൂല് when the purchaser are attracted to a property for occupying for their personal uses, which is regarded as a necessity and no satisfactory substitute exists, then it is known as occupation value. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പർച്ചേസർ ഒരു പ്രോപ്പർട്ടിയിൽ അട്രാക്റ്റഡ് ആയി, എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ പ്രോപ്പർട്ടി വാങ്ങി, അങ്ങനെ അവരത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, അവിടെ ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആണ്, വേറെ എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് അങ്ങനെയൊന്നും ഇല്ല, അത് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആയിട്ട് അവരവിടെ നിന്ന് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒക്യുപ്പേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ഓഫ് ടേംസിൽ നമ്മൾ മെയിൻലി ഒരു 19 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി സിങ്കിങ് ഫണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനിയും കുറച്ച് ടേംസും കൂടി ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ സിങ്കിങ് ഫണ്ടൊക്കെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ 2-3 പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം നമുക്കത് അതിൻ്റെ കൂടെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഈ റിവേർഷണറി വാല്യൂ ഉണ്ടല്ലോ, ഇത് ഇൻ കേസ് ഇത്രയും വലുത് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഇവിടെ ഞാൻ സിമ്പിളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി അറ്റ് ദ എക്സ്പിറേഷൻ ഓഫ് എ സർട്ടൻ പീരിയഡ് എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ 19 എക്സ്പ്ലനേഷൻ ഓഫ് ടേംസ്. ജസ്റ്റ് വേഗം ഒന്നുകൂടി പറഞ്ഞുതരാം. ഗ്രോസ് ഇൻകം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ഔട്ട് ഗോയിങ്സ് ആണ്. നെറ്റ് ഇൻകം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഔട്ട് ഗോയിങ്സ് ആണ്. പിന്നെ ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത് ടാക്സ്, റിപ്പയർ, മാനേജ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ചാർജസ്, സിങ്കിങ് ഫണ്ട്, ലോസ് ഓഫ് റെൻറ്റ്, ഇൻഷുറൻസ്, വോയിഡ്സ് അതെല്ലാമാണ്. പെർപെച്വൽ ഇൻകം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഇൻകം റിസീവബിൾ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം ആണ്. ഡെഫേർഡ് ഇൻകം എന്ന് വെച്ചാൽ ഇൻകം റിസീവബിൾ ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്, ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന ഇൻകം ആണ്.
പിന്നെ സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസ് അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് ആണ്. സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ് ആണ്. മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വാല്യൂ ഇൻ ആൻ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിലുള്ള വാല്യൂവിനെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ബുക്ക് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ഇയറിലും നമ്മൾ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഒരു അക്കൗണ്ട് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അതാണ് ബുക്ക് വാല്യൂ. അതങ്ങനെ നോട്ട് ചെയ്ത് ലാസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ യൂട്ടിലിറ്റി പീരിയഡ് അത് സ്ക്രാപ്പ് വാല്യൂ ആകും. ദെൻ അസസ്ഡ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റീൻ്റെ രജിസ്റ്ററിലൊക്കെ നമുക്ക് ടാക്സ് കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂ ആണ്. ഗ്രോസ് ആനുവൽ റെൻറ്റ് വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിസ്ട്രസ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ when a property sold at a lower price than market value. മാർക്കറ്റ് വാല്യൂവിനേക്കാളും ലോവർ പ്രൈസിൽ നമ്മൾ കൊടുക്കുക, സെല്ല് ചെയ്യുക, അതിനാണ് ഡിസ്ട്രസ് വാല്യൂ എന്ന് പറയുന്നത്. ഡ്യൂ ടു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, കോർട്ട് കേസസ്, ഇൻസഫിഷ്യൻറ്റ് നോളജ്, ക്വാറൽ, പാനിക്, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട്. റീപ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി റീപ്ലേസ്ഡ് ബൈ കറണ്ട് മാർക്കറ്റ് വാല്യൂ. കറണ്ട് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ്. പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് യൂസസ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ആണ് പൊട്ടൻഷ്യൽ വാല്യൂ. മോണോപോളി വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഡ്യൂ ടു അതിൻ്റെ ഫ്രണ്ടേജ്, സൈസ്, ഷേപ്പ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കൊണ്ട് വാല്യൂവിൽ ഇൻക്രീസ് ഉണ്ടാവും. സോ ദ ഓണർ ക്യാൻ ഡിമാൻഡ് ഫാൻസി പ്രൈസ്. സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് വെച്ചാൽ ഹയർ വാല്യൂ ദാൻ മാർക്കറ്റ് വാല്യൂ നമ്മൾ സെല്ല് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക, അതാണ് സെൻറ്റിമെൻ്റൽ വാല്യൂ. ഡ്യൂ ടു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, പിന്നെ രണ്ട് പർച്ചേസേഴ്സ് വരികയാണെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെയാണ് അത് ചെയ്യുന്നത്. സ്പെക്കുലേറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിന് നമ്മൾ ബിൽഡിംഗ് ഡെവലപ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്ന് വാല്യൂ ഇൻക്രീസ് ചെയ്യുക, അതാണ് സ്പെക്കുലേറ്റീവ് വാല്യൂ. അക്കോമഡേഷൻ വാല്യൂ എന്ന് വെച്ചാൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ്, അതിന് ചുറ്റും ഒരു സറൗണ്ടിങ് സിറ്റി ഉണ്ട്, ആ അഗ്രികൾച്ചറൽ ലാൻഡിനെ നമ്മൾ കൺവേർട്ടഡ് ഇൻ ടു അക്കോമഡേഷൻ ലാൻഡ് ആക്കി മാറ്റിയിട്ടുള്ള ആ ഒരു വാല്യൂ ആണ്. ദെൻ റിവേഴ്ഷണറി വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീസ് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ, ആ ലീസ് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സർട്ടൻ ടൈം പീരീഡ് കഴിയുമ്പോൾ ഉള്ള ആ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടിയാണ് റിവേഴ്ഷണറി വാല്യൂ. ഒക്യുപ്പേഷൻ വാല്യൂ എന്ന് വെച്ചാൽ ഒരു പർച്ചേസർ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അട്രാക്റ്റഡ് ആയി, അവരത് ഒക്യുപ്പേഷൻ, അവിടെ നമ്മൾ എന്താ പറയുക, അത് പർച്ചേസ് ചെയ്ത് അത് യൂസ് ചെയ്യാൻ തുടങ്ങി ആൻഡ് അവരുടെ നെസസിറ്റി എല്ലാം അവിടെ ഉണ്ട്, അവർ ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആണ്, അവിടെ വേറെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നുമില്ല എങ്കിൽ അതിനാണ് നമ്മൾ ഒക്യുപ്പേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് ഇതിലുള്ള നമുക്ക് ടേംസ് ഓഫ് എക്സ്പ്ലനേഷൻ ഓഫ് ടേംസ് എന്ന് പറയുന്നത്.